ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്കി രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുവാണേ. നന്ദ രാവിലെ തന്നെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്, ഞങ്ങളുടെ വീടിന് തൊട്ട് ബാക്കിലായിട്ടാണ്. ലക്കിയുടെ സ്കൂൾ കുറച്ച് ദൂരത്താണ്, അവന് ബസ് വരും, അതിനിവിടെ വന്ന് നിൽക്കുവാണേ. ഇവിടെ വന്ന് നിന്നപ്പോൾ താഴെ കൂടെ ഒരു പുഴുവില്ലേ, അത് പോകുന്നുണ്ട്, അങ്ങനെ അതിനെ നോക്കുമായിരുന്നു. ഇതിപ്പം ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ആ പുഴുവിനെ എടുത്തില്ല, ഇല്ലെങ്കിൽ അതിനെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തനെ. ആൾ രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകും കേട്ടോ, അങ്ങനെയാണ് ഞാൻ വിടുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കൊണ്ടുപോണത് തന്നെ ചെറിയ പൂരി 2 അല്ലെങ്കിൽ കുഞ്ഞൊരു ദോശയാണ്, അത് മാത്രമേ കഴിക്കുള്ളൂ. തിരിച്ചു വരുമ്പോൾ ഒരു 10-12 മണിയാവും കേട്ടോ. അതുകൊണ്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിപ്പിച്ചിട്ട് ആൾ വിടുന്നത്. പിന്നെ മോനെ സ്കൂളിൽ വിട്ടിട്ട് പിന്നെ ഞാൻ വന്ന് കുറച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച പച്ചക്കറി അരിവാണ്. ഇന്നിനിപ്പോൾ വൈകിട്ട് ഏട്ടൻ്റെ ജോലി സ്ഥലത്തൊരു ഫങ്ഷനുണ്ട്, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം കേട്ടോ. ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ വീട്ടിലുള്ള എല്ലാ പച്ചക്കറികളോട് ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് സാമ്പാർ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ സാമ്പാർ തന്നെ ആയിരിക്കും കേട്ടോ. ഇത് വേറെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചാലേ നന്ദയ്ക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. സാമ്പാറാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും. ലക്കി വന്നു കഴിഞ്ഞാലേ പിന്നെ എൻ്റെ ഒരു പണി നടക്കത്തില്ലേ, പിന്നെ അവൻ്റെ പുറകെ നടക്കണം, ഓരോ കാര്യത്തിന് വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ലക്കി വരുന്നതിന് മുന്നേ എൻ്റെ ഏകദേശം പണികളൊക്കെ അങ്ങ് ഒതുക്കും കേട്ടോ. ആൾ വരുമ്പോൾ ഒരു 12-12:45 ആവുമേ, പിന്നെ ചോറുണ്ണുന്ന സമയമാവും. അതുകൊണ്ട് ലക്കി വരുന്നതിന് മുന്നേ ഏകദേശം പണികളൊക്കെ അങ്ങ് ഒതുക്കി വെക്കും. നന്ദമോൾ കുറച്ച് താമസിച്ചിട്ടാണ് വരുന്നത്, ഒരു 2-2:30 ആവും ആൾ വരുമ്പം. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ ലക്കി വരുന്നതിന് മുന്നേ ഫുഡൊക്കെ അങ്ങ് തയ്യാറാക്കും കേട്ടോ. പിന്നെ മാത്രമല്ല, ഇന്നിനിപ്പം ഏട്ടൻ്റെ ജോലി സ്ഥലത്തും കൂടെ പോകണം. നന്ദ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അവിടെ മൊത്തം കൊച്ചു കുട്ടികളാകുമ്പോൾ ഞാൻ വന്നിട്ട് അവിടെ ഇരിക്കുന്നില്ല, എന്തായാലും ഞാൻ വരുന്നില്ല, അമ്മയും ലക്കിയും കൂടെ പോയിട്ട് വരാൻ. അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ രണ്ടാളൂടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുക. എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പറ്റി കേട്ടോ. ഇന്ന് രാവിലെ മുതൽ സംസാരമൊക്കെ ഇല്ല, പാറക്കല്ലിട്ട് ഉരയ്ക്കുന്ന പോലായിട്ടുണ്ട്. എന്തു പറ്റിയെന്നറിയാൻ വയ്യ. ജലദോഷം അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, പക്ഷേ എൻ്റെ സൗണ്ട് വല്ലാണ്ടിരിക്കുന്നു. എനിക്ക് തന്നെ അതങ്ങോട്ട് ശരിയാവുന്നില്ല. ഇതാണേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ ഒരു വ്ളോഗിൽ എൻ്റെ പിച്ചാത്തിയെ പറ്റി, അതിതാണേ ഈ പിടിക്കുന്ന ഭാഗം എല്ലാം തുരുമ്പിച്ചു പോയേ. ഇത് അന്ന് എന്നെ ഏട്ടൻ കല്യാണം കഴിച്ചിട്ടേ ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം മാറ്റണമെന്ന് വിചാരിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. ഇപ്രാവശ്യം വന്നപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ട് വന്നേ. അങ്ങനെ ഇവിടെ പണിയൊക്കെ ഒതുക്കിയിരുന്ന് ലക്കിയും വന്നായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് 2 പേര് വന്ന്, പിന്നെ അവരുടെ കൂടെ കുറേ നേരം കാര്യം പറഞ്ഞിട്ടിരുന്നേ. ഇത് ഇവരുടെ സ്ഥലം ആന്ധ്രയിലാട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഏട്ടൻ്റെ ജോലി സ്ഥലത്തോട്ട് പോയേ. ഞങ്ങൾ 2 പേരെ അവിടെ ആക്കിയിട്ട് ഏട്ടൻ പോകും കേട്ടോ. അവിടെ ലേഡീസിന് മാത്രമേ ഉള്ളൂ പ്രോഗ്രാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പോവുകയാണ് കേട്ടോ. നന്ദയെ ഞങ്ങൾ പോവാൻ നേരത്തും വിളിച്ച്, ആൾ വരുന്നില്ല അന്നേ. അവൾ പറഞ്ഞ ശരിയാണ് കേട്ടോ, അവളുടെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും കാണത്തില്ല, എല്ലാം ലക്കിയുടെ പ്രായത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പിള്ളേരായിരിക്കും. ആൾ വന്നവിടെ പോസ്റ്റായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ വരുന്നില്ല അമ്മേ, നിങ്ങൾ 2 കൂടെ പോവാൻ വീണ്ടും പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ ഒന്ന് ഒരുങ്ങി. പിന്നെ സമയത്ത് തന്നെ ഇവിടെ എത്തി കേട്ടോ. ഇതുപോലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും കേട്ടോ. പക്ഷെ നല്ല രസമാണ്, ഡാൻസും പാട്ടും പിന്നെ സ്നാക്സ് ഐറ്റംസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ നല്ല രസമാണ്. എനിക്കിഷ്ടം കേട്ടോ ഇവിടെ വരാൻ. പിന്നെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടീൻ്റെ സമയമായേ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടോ. ഇതുണ്ട്, ഈ പുള്ളീനെ അറിയാമായിരിക്കുമല്ലോ, നേരത്തെ എൻ്റെ ഷോർട്സിലും വീഡിയോയിലും ഒക്കെ ഉണ്ട്. ആൾ പറഞ്ഞ ആളെ ഒന്ന് കാണിക്കണേ, ഒന്ന് ഹൈലൈറ്റ് ആക്കി ചെയ്യണേന്ന് കേട്ടോ. അങ്ങനെ ഒന്ന് നിൽക്കുവാണേ പുള്ളിക്കാരത്തി. ലക്കി ചായ കുടിച്ചില്ല കേട്ടോ, അവന് നാരങ്ങവെള്ളം മതിയെന്നും പറഞ്ഞിട്ട് അതെടുത്ത് കുടിക്കുകയാണേ. നല്ലൊരു ടേസ്റ്റ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഏലക്കയൊക്കെ ചതച്ചിടുമെന്ന് തോന്നുന്നു നാരങ്ങ വെള്ളത്തിൽ. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ സമോസ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ടൈപ്പിലുള്ള കേക്കില്ലേ അതുണ്ടായിരുന്നു, പിന്നെ ബ്രെഡ് പക്കോട ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നേരം ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാമേ. ഇത് കണക്ക് ലക്കിയുടെ പ്രായത്തിലുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ലക്കിയുടെ വീഡിയോ എടുത്തപ്പോൾ അമ്മ എന്നെ തിന്നാനും സമ്മതിക്കത്തില്ലേന്ന്. പാവം നന്ദയും അത് തന്നെ കേട്ടോ, ഈ ഫോണും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് തന്നെ 2 പേരും മുഖം കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇവിടെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു.
ഞങ്ങളിങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസിനൊക്കെയാണ് എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ കാണുന്നതേ. പിന്നെ ഓണത്തിൻ്റെ പരിപാടികൾ കാണും. നല്ല രസമാണ് കേട്ടോ. ഓണത്തിന് ഞങ്ങൾ മലയാളികൾ മാത്രമായിരിക്കും. മറ്റേ തിരുവാതിരയും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഓണത്തിൻ്റെ ആ ഒരു ടൈമിൽ കാണും. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടിരുന്നു. ഈ അടുത്തിരിക്കുന്നത് മലയാളിയാണ്. ഇതെല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷെ എല്ലാ നാട്ടിലുള്ളവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ വീട് മാറിയ കാര്യം പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം താമസിച്ച വീടിനടുത്തുണ്ടായിരുന്ന ഈ ആന്ധ്ര ഉള്ള അവരൊക്കെ ഇല്ലേ, നല്ല ഫ്രണ്ട്സായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകിട്ടൊക്കെ ഒന്നിച്ച് നടക്കാനും അങ്ങനെയൊക്കെ പോവും. അങ്ങനെയുള്ള ഫ്രണ്ട്സാണ്. അപ്പം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കാണാൻ വന്നേ, കണ്ടിട്ട് കുറേ നാളായി. അവർ നാട്ടിൽ പോയിരുന്നു കേട്ടോ വെക്കേഷൻ ടൈമിൽ. ഇടയ്ക്ക് വെച്ച് വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ വന്നെന്നറിഞ്ഞിട്ട്. ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വൈകുന്നേരം. എനിക്കിതുപോലെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്. പലരും നമ്മുടെ മലയാളികളല്ലെങ്കിൽ പോലും നല്ല കാര്യമുള്ള കുറേ കൂട്ടുകാരുണ്ട്. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.